all. Welcome back to another class of biology. In this session, we are starting our next chapter, chapter number 8, Cell, the structure and function. Okay, children, we all know that, means you know that all living things which is made up of or our body contain organs, right? Different types of organs, like we have heart, lung, stomach, intestine, liver, and organs like that, right? Yes, so our body contains so many organs, and the organs contain tissues. Okay, say just take a single organ. We'll take the example the heart. Okay, the organ heart. The organ heart is made up of several tissues. Okay, several tissues. And tissues are made up of cells. Okay, tissues are made up of cells. So this is the order of organization. ഇതാണ് നമ്മളുടെ ശരീരത്തിൽ എന്താണ് ഈ പറയുന്ന സെല്ലുകളെ അടുക്കിയിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, സോ ലിവിങ് തിങ്സിൻ്റെ ബോഡിയിൽ എന്താണ് ഓർഗൻസ് ഉണ്ടാകും. ഓർഗൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ടിഷ്യൂസ് കൊണ്ടാണ്. ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു കൂട്ടം സെൽസ്. മനസ്സിലായോ? യെസ്, ടിഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. സോ what do you understand from this? Yes, cells are the basic unit of living things. Okay, cells are the basic structural unit or building blocks of body of a living thing. ജീവനുള്ള വസ്തുക്കളുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ ഘടനയാണ് അല്ലെങ്കിൽ ചെറിയൊരു ഘടകമാണ് സെൽ അഥവാ കോശം എന്ന് പറയുന്നത്. സെല്ലിനെ നമ്മൾ മലയാളത്തിൽ കോശം എന്നാട്ടോ പറയുക. ജസ്റ്റ് നിങ്ങളുടെ ഒരു നോളജിന് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, യെസ്, സോ വാട്ട് വി സേ, സെൽസ് ആർ ദി ബേസിക് യൂണിറ്റ് ഓഫ് ലിവിങ് തിങ്. ലൈക്ക് you know, our house are built with bricks and cement and we use sand, right? But majority നമ്മളെന്താ പറയുക, നമ്മളെ വീട് ചുമരൊക്കെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഇഷ്ടിക വെച്ചിട്ടാണ് അല്ലേ? ഓരോ ഇഷ്ടികകൾ ഇങ്ങനെ ഓരോന്നിൻ്റെ മേലെ അടുക്കിയാണ് നമ്മുടെ ഫുൾ ഹൗസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു മാനറിലാണ് അല്ലേ? സോ ആ ബിൽഡിങ്ങിൻ്റെ ബേസിക് ബ്ലോക്കുകൾ അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? ബ്രിക്കാണ്, അതായത് ഇഷ്ടികകളാണ്. ഓരോ ഇഷ്ടികയും ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് ആ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻ ദ സെയിം വേ അവർ ബോഡി, ദ ബോഡി ഓഫ് എ ലിവിങ് തിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് സെൽസ്. ഓക്കെ, ഒരുപാട് ട്രില്യൺ മില്യൺസ് ഓഫ് സെൽസ്, ഒരുപാട് കോടാനുകോടിക്കണക്കിന് സെല്ലുകൾ കൂട്ടിച്ചേർത്താണ് നമ്മളുടെ ബോഡി, ലിവിങ് തിങ്സിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് എന്ത്? സോ ദാറ്റ്സ് വൈ വി ആർ സേയിങ് ദാറ്റ് സെൽസ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലിവിങ് സിസ്റ്റം ഓർ ദി ബോഡി ഓഫ് ലിവിങ് തിങ്. ജീവനുള്ള വസ്തുക്കളുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. കാരണം ഓരോ സെല്ലുകളും ഇങ്ങനെ കുറേ എണ്ണം കൂട്ടി വെച്ചിട്ട് എന്താവും? ടിഷ്യൂ ആകും അല്ലേ? യെസ്, നോക്കൂ, കുറേ സെല്ലുകൾ കൂടിച്ചേർന്നാൽ അതൊരു ടിഷ്യൂ ആകും. ദെൻ ടിഷ്യൂകൾ കുറേ എണ്ണം കൂടിച്ചേർന്നിട്ട് ഓർഗൻസ് ഉണ്ടാകും അല്ലേ? ഓർഗൻസ് എല്ലാം കൂടി ചേർന്നതാണ് ഒരു ലിവിങ് തിങ് അല്ലെങ്കിൽ ഒരു ഓർഗാനിസം എന്ന് പറയുന്നത്. സോ എന്താണ് ഇതാ നമ്മൾ പറഞ്ഞ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻ ദി നെക്സ്റ്റ് സ്ലൈഡ്. സെൽസ് ആർ ദി ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് എൻ ഓർഗൻ. യെസ്, നോക്കൂ, ഒരു അവയവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജന്തുവിൻ്റെ അടിസ്ഥാന ഘടകം, അതിൻ്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഒരു ജീവി നോക്കണ്ട, ആ ജീവിയുടെ ഉള്ളിലുള്ള ഏതൊരു ചെറിയ ഓർഗൻ എടുത്ത് നോക്കിക്കോളൂ. ഹാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഹാർട്ട് എന്ന് പറഞ്ഞ ഓർഗൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയിരിക്കുന്നതും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സെൽസിനെ കാണാൻ പറ്റും. സോ നമ്മളുടെ ബോഡി, അതുപോലെ നമ്മുടെ ബോഡിയുടെ അകത്തുള്ള എല്ലാ ഓർഗൻസും ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. സോ വി ക്യാൻ സേ ദാറ്റ് സെൽസ് ആർ ദി ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസം. ഓക്കെ,
യെസ്, ദെൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം, എന്തുകൊണ്ടാണ് ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസം ആയിട്ട് നമ്മൾ സെൽസിനെ പറയുന്നത്? വൈ ബിക്കോസ് അവർ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് അല്ലേ? നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ സെൽസ് കൊണ്ടാണ്. ദാറ്റ്സ് വൈ വി കോൾ ദ സെൽ ആസ് ദി ബേസിക് യൂണിറ്റ്, ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലിവിങ് തിങ്. ഓക്കെ, ഞാനിവിടെ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ ഇഷ്ടിക വെച്ച് ഒരു ഫുൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെയാണ് ഒരു ജീവനുള്ള വസ്തുവിൻ്റെ ഫുൾ ബോഡി ഈ സെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് കോടിക്കണക്കിന് സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ്. ഇൻ അവർ ബോഡി, ഇൻ ഹ്യൂമൻ ബീയിങ്സ്, ഇൻ അവർ ബോഡി ദർ ആർ ട്രില്യൺസ് ഓഫ് സെൽസ്. അതായത് ഒരുപാട് കോടിക്കണക്കിന് സെല്ലുകളാണ് നമ്മുടെ ശരീരത്തിലൊക്കെ കാണുന്നത്. സേ ജസ്റ്റ് ഇമാജിൻ ഹൗ മെനി സെൽസ് ആർ ദർ ഇൻ എലിഫൻസ് അല്ലെ? നമ്മളെക്കാൾ വലിയ ബോഡി സൈസുള്ള ആൾക്കാരാണ്. അപ്പോൾ എലിഫൻസിൻ്റെ ഒക്കെ ബോഡിയിൽ എത്ര സെൽസ് ഉണ്ടാവും അല്ലേ? ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് സെൽസ് ആർ ദർ ഇൻ സച്ച് ആനിമൽസ്. ഓക്കെ, യെസ്. നോക്കൂ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ബ്രിക്ക്, ഒരു മതിലിൽ എങ്ങനെയാണ് ഇഷ്ടികകൾ അടുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ദ സെൽസ് ഓഫ് അനിയൻ പീൽ. അതായത് ഉള്ളിത്തോലുണ്ടല്ലോ, ഉള്ളിത്തോലിലുള്ള സെല്ലുകളാണിത്. മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയിട്ടുള്ള ചിത്രമാണ്. ഡിഡ് യു ഫെൽറ്റ് എനി സിമിലാരിറ്റി ബിറ്റ്വീൻ ദിസ് ടു പിക്ചേഴ്സ്? ഏകദേശം ഒരുപോലെ ഉണ്ട് അല്ലേ? യെസ്, ബ്രിക്സ്, ഇഷ്ടിക കഷ്ണങ്ങൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് നോക്കൂ സെല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. യെസ്, സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രിക്സിനെ, ഇഷ്ടികകളെയും സെൽസിനെയൊക്കെ കമ്പയർ ചെയ്തത് കേട്ടോ. യെസ്, ദെൻ ഹൗ ഡു വി സ്റ്റാർട്ട് ടു നോ അബൌട്ട് സെൽ? എങ്ങനെയാണ് നമ്മൾ ഈ സെല്ലുകളെ കുറിച്ചൊക്കെ അറിയാൻ തുടങ്ങിയത്? അല്ലെങ്കിൽ സെല്ലെന്ന് പറഞ്ഞൊരു വസ്തു നമ്മുടെയൊക്കെ ബോഡിയിലുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അത് പെട്ടെന്നൊരു ദിവസം നമ്മൾ സ്വപ്നം കണ്ട് എണീറ്റതല്ല. A scientist called Robert Hooke. You have to study this, children. The name of the scientist Robert Hooke. What, children? The name of the scientist is scientist is Robert Hooke. Okay, so Robert Hooke in 1665 discovered cell for the first time. Okay, സെല്ലിനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് റോബർട്ട് ഹൂക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇൻ 1665. ഓക്കെ, അദ്ദേഹമാണ് സെൽസിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഇനി എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തം ഉണ്ടായത് എന്ന് പറഞ്ഞുതരാം കേട്ടോ. ഡിഡ് യു ഹേർഡ് അബൌട്ട് ദ തിങ് കോർക്ക്? കോർക്കിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, കോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വൈനിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, വൈൻ, ഓക്കെ, കുടിച്ചവർക്ക് അറിയുണ്ടാവും. വൈനിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പ് അത് കോർക്കാണ്. ഓക്കെ, മരത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ പുറത്തുള്ള തോലുണ്ടല്ലോ, കട്ടിയുള്ള തോല്, അതാണ് ശരിക്കും പറഞ്ഞാൽ കോർക്ക് എന്ന് പറഞ്ഞാൽ. ട്രീയുടെ ബാർക്കാണ് കോർക്ക്. മരങ്ങളുടെ ആ പുറത്തുള്ള കട്ടിയുള്ള തോടിനെയാണ് നമ്മൾ ശരിക്കും കോർക്ക് എന്ന് പറയുക. ദെൻ അത് മരത്തിൻ്റെ അറ്റത്തുള്ള കോർക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കുപ്പികൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് കോർക്ക്. ഓക്കെ, സോ what the Robert Hooke did that he make some thin slices of this cork. ഈ കോർക്കിൻ്റെ വളരെ കട്ടി കുറഞ്ഞ കുറേ പീസസ്, കുറേ സ്ലൈസസ്, നമ്മളെങ്ങനെയാണ് ഈ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പൊട്ടറ്റോ വളരെ സ്ലൈസായിട്ട് തിന്നായിട്ട് അരിയൂലേ, അതേപോലെ ഇൻ ദ സെയിം മാനർ റോബർട്ട് ഹുക്ക് എന്താ ചെയ്തത്, ഈ കോർക്കിൻ്റെ, അതായത് മരത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ആ കട്ടിയുള്ള ഭാഗം, അതാണ് കോർക്ക്, അതിൻ്റെ ഏറ്റവും കട്ടി കുറഞ്ഞ സ്ലൈസസ് എടുത്തു. ഓക്കെ, ഇങ്ങനെ അരിഞ്ഞിരിഞ്ഞ് ചെറിയ ചെറിയ സ്ലൈസസ് ആക്കി. എന്നിട്ട് അതിലൊരു സ്ലൈസിനെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു സിമ്പിൾ മാഗ്നിഫയിങ് ഡിവൈസിൽ വെച്ചിട്ട് നോക്കി. അതായത് അന്നത്തെ കാലത്ത് മൈക്രോസ്കോപ്പുകളൊന്നും ഇല്ല കേട്ടോ. ചെറിയ സാധനങ്ങളെ അത്ര ക്ലിയർ ആയിട്ടൊന്നല്ലെങ്കിലും ഒരു ചെറിയ രീതിയിലൊക്കെ കാണുന്ന രീതിയിൽ ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു. ആ ഡിവൈസിൻ്റെ ചിത്രമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സിമ്പിൾ മാഗ്നിഫയിങ് ഡിവൈസാണ്. അതായത് വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വളരെ സിമ്പിളായൊരു ഡിവൈസാണിത്. അപ്പോൾ ഇതിൻ്റെ താഴെ വെച്ചിട്ടാണ് ഈ കോർക്കിൻ്റെ ഈ സ്ലൈസസ് അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിനെ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന കുറേ കാഴ്ചകളാണ് അദ്ദേഹം കണ്ടത്. What did he saw? Children, he saw some partitioned boxes or compartments in the cork slices. യെസ്, എന്താ കണ്ടത്? നോക്കൂ, ഞാനിവിടെ എൻലാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ്
അദ്ദേഹം ആ മൈക്രോസ്കോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ആ ഡിവൈസിൻ്റെ ആ ഉപകരണത്തിൻ്റെ താഴെ വെച്ച് നോക്കിയപ്പോൾ കാണാൻ പറ്റിയത് ഇങ്ങനെയാണ്. കോർക്ക് സെൽസിന് ഇങ്ങനെയാണ് കാണാൻ പറ്റിയത്. നോക്കൂ, കുറേ അറകൾ, കമ്പാർട്ട്മെൻറ്റ്സ് വെച്ചാൽ ചെറിയ ചെറിയ അറകൾ കണ്ടോ. ഇതിലൊക്കെ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു അറകളുണ്ട്. യെസ്, ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് ആണ് കാണാൻ പറ്റിയത്. ഓക്കെ, ഇനി ഓരോ കമ്പാർട്ട്മെൻറ്റിനെയും ഓരോ അറകളെയും ഇങ്ങനെ തമ്മിൽ വേർതിരിച്ചിട്ടുമുണ്ട്. അതായത് ചിൽഡ്രൻ, കോർക്കിൻ്റെ സെൽസ് ഞാനിവിടെ വരച്ചു തരാം. നോക്കൂ, കോർക്കിൻ്റെ സെൽസ് ഇങ്ങനെ കണ്ടിരുന്നത് ഇങ്ങനെ ചെറിയ 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 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ്. കണ്ടോ, ഞാനിങ്ങനെ വരച്ച് കണ്ടില്ലേ. സോ ഇത് കണ്ടോ, ഇതൊരു കമ്പാർട്ട്മെൻറ്റാണ്, ഇതിൻ്റെ ഉള്ളിലെ സ്പേസ് ഒരു കമ്പാർട്ട്മെൻറ്റാണ്, ഇത് മറ്റൊരു കമ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ ഒരുപാട് കമ്പാർട്ട്മെൻറ്റ് കണ്ടോ, ഇങ്ങനെ വേർതിരിക്കപ്പെട്ടിട്ടുള്ള പാർട്ടീഷൻഡ് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള കുറേ അറകളെയാണ് നമ്മൾ കമ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുക. ഓക്കെ, പാർട്ടീഷൻഡ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ ഓരോ അറകളെയും സെപ്പറേറ്റ് ചെയ്യുന്ന, ഇങ്ങനെ കണ്ടോ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് പാർട്ടീഷൻ ചെയ്തുകൊണ്ടുള്ള കുറേ അറകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റി. കോർക്കിൻ്റെ ആ ഒരു സ്ലൈസിനെ ആ ഉപകരണത്തിൻ്റെ താഴെ വെച്ച് നോക്കിയപ്പോൾ റോബർട്ട് ഹൂക്കിന് കാണാൻ പറ്റി. ഓക്കെ, ദെൻ അദ്ദേഹത്തിന് ആദ്യം ഈ സാധനത്തിനെ കണ്ടപ്പോൾ ആദ്യം എന്താ ഓർമ്മ വന്നതെന്നറിയോ? ഹണി കോംബ് എന്ന് വെച്ചാൽ തേനീച്ചക്കൂട് കണ്ടിട്ടില്ലേ? നിറയെ ഓട്ടകളായിട്ട്, ചെറിയ ചെറിയ അറകളായിട്ട്. യെസ്, ഏകദേശം ഇദ്ദേഹത്തിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നോക്കിയപ്പോൾ, ഇതിനെ കണ്ടപ്പോൾ ഒരു ഹണി കോംബാണ് ആദ്യമായിട്ട് ഓർമ്മ വന്നത്. സോ ദ ബോക്സസ് ലുക്ക് ലൈക്ക് ഹണി കോംബ്. ആൻഡ് ഇനി ഹണി കോംബ് എന്ന് ഇതിനെ പേരിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. യെസ്, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറയുന്ന ചെറിയ ചെറിയ അറകൾക്കൊക്കെ ഒരു പേര് വേണം. സോ ഹീ കോൾഡ് ദാറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് ആസ് സെൽ. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ചെറിയ ചെറിയ അറകളെ അദ്ദേഹം സെൽ എന്ന് പേരിട്ട് വിളിച്ചു. ഓക്കെ, സോ ഹൂ ഗേവ് ദ നെയിം സെൽ എന്ന് പറഞ്ഞ പേര് ആരാ കൊടുത്തത്? നമ്മുടെ റോബർട്ട് ഹൂക്ക് തന്നെയാണ് കൊടുത്തത് കേട്ടോ. യെസ്, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, ദ സെൽ. സോ ചിൽഡ്രൻ, വാട്ട് വി ലേൺഡ്, എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇത്ര നേരം പഠിച്ചത്? സെൽസ് ആർ ദി ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലിവിങ് തിങ്. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. ലിവിങ് തിങ്സിൻ്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് സെൽ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു സ്റ്റഡി ദിസ്. ഓക്കെ, സെൽസ് ആർ ദി ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലിവിങ് തിങ്. ദ ബോഡി ഓഫ് ലിവിങ് തിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സോ മെനി സെൽസ് അല്ലേ. അതും നമ്മൾ മനസ്സിലാക്കി. ജീവനുള്ള വസ്തുക്കളുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് സോ മെനി സെൽസ് കൂടിച്ചേർത്തിട്ടാണ്. We can see different types of cells with different in size, shape and number. Yes children, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ എല്ലാ സെല്ലും ഒരുപോലെ അല്ല കേട്ടോ. പല സെല്ലുകൾക്കും പല വലിപ്പം ഉണ്ടായിരിക്കാം, അതായത് പല സൈസ് ഉണ്ടായിരിക്കും. പല സെല്ലുകൾക്കും പല ഷേപ്പായിരിക്കും ഉണ്ടാവുക. ദെൻ ചില സെല്ലുകൾ വളരെ കുറച്ച് മാത്രമേ കാണുള്ളൂ, ചില സെല്ലുകൾ ഒരുപാട് കാണാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ചില ജീവികളുടെ ശരീരത്തിൽ കുറച്ച് സെൽസേ കാണാൻ പറ്റുള്ളൂ, ചില ജീവികളുടെ ശരീരത്തിൽ ഒരുപാട് സെൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? സെൽസ് പല ഷേപ്പിൽ കാണാൻ പറ്റും, പല സൈസിൽ കാണാൻ പറ്റും, അതുപോലെ പല നമ്പറിലും ഉണ്ടാകും. ഓക്കെ, എണ്ണത്തിൽ വ്യത്യാസം കാണാറുണ്ട്. എണ്ണത്തിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. യെസ്, നമുക്ക് അടുത്ത സ്ലൈഡിൽ അതിനെ കുറിച്ച് പറയാം. യെസ്, എണ്ണത്തിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു അല്ലേ. അതായത് ഒരു എലിഫൻറ്റിൻ്റെ ബോഡിയിൽ എത്ര സെൽസ് ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. അതേസമയം ഒരു ആൻറ്റിൻ്റെ ബോഡിയിലോ ഒരു ചെറിയ ഉറുമ്പിൻ്റെ ബോഡിയിലോ ഇത്ര കുറച്ച് സെൽസ് ഉണ്ടാവുക അല്ലേ. സോ നോക്കൂ, നമ്പറിൽ ഒരുപാട് ഡിഫറൻസ് ഇല്ലേ. യെസ്, ദെൻ യൂഷ്വലി മോസ്റ്റ് ഓഫ് ദി കേസസ് വി കാൺട്ട് സീ ദ സെൽസ് വിത്ത് അവർ നേക്കഡ് ഐസ്. ഓക്കെ, നഗ്ന നേത്രങ്ങൾ കൊണ്ട്, അതായത് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിലെ സെൽസിനെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. സോ നമ്മൾക്കത് സെല്ലിനെ കാണണമെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കണം. അതാണല്ലേ മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്ന ഉപകരണമാണ് അല്ലേ. മാഗ്നിഫൈ ചെയ്യാച്ചാൽ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് അല്ലേ. യെസ്, ആ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് സെല്ലുകളെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഒരു സെല്ലിനെ നമ്മളുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റും. അതെന്താണെന്നറിയോ? യെസ്, ദി എഗ് ഓഫ് എ ചിക്ക്. കോഴിമുട്ട എന്ന് പറയുന്നത് ഒരു സെല്ലാണ്. ഓക്കെ, അതൊരു സിംഗിൾ സെല്ലാണ്. യെസ്,
അപ്പം മുട്ട, എഗ്ഗ് എന്ന് പറയുന്ന മുട്ടയാണ് എന്താണ് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട്, നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റുന്ന സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും വലിയ സെൽ ഏതാണെന്നറിയോ? ഓസ്ട്രിച്ച് എന്ന് പറഞ്ഞ ബേർഡ് ഉണ്ടല്ലോ, അതിൻ്റെ എഗ്ഗ് കണ്ടിട്ടുണ്ടോ? വലിയ എഗ്ഗാണ്, ബിഗ്ഗസ്റ്റ് എഗ്ഗാണ്. അതാണ് ഏറ്റവും വലിയ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ചെറിയ സെൽ ഏതാണെന്നറിയോ? ബാക്ടീരിയയുടെ സെല്ലാണ് ഏറ്റവും ചെറുത്. ഓക്കെ, യെസ്, ബാക്ടീരിയൽ സെൽസ് ഒന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാനേ പറ്റില്ല കേട്ടോ, അതൊക്കെ നമുക്ക് മൈക്രോസ്കോപ്പിൽ നോക്കണം. പക്ഷെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന സെല്ലാണ് ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗ്. അത് നമ്മളുടെ 2 കൈ കൂട്ടി ഇങ്ങനെ പിടിച്ചാൽ എത്ര വലിപ്പം ഉണ്ടായിരിക്കും? അത്രയും ആ 2 കൈയിലും ഒതുങ്ങുന്ന വലിപ്പത്തിലുള്ള എഗ്ഗാണ്. സോ ദാറ്റ് ഈസ് ദി ബിഗ്ഗസ്റ്റ് സെൽ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ഹെഡിങ്, ഓർഗാനിസം ഷോ വെറൈറ്റി ഇൻ സെൽ നമ്പർ ആൻഡ് ഷേപ്പ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. സെൽസ്, ജീവികളുടെ ശരീരത്തിൽ കാണുന്ന സെൽസ് ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും, സൈസിൽ വ്യത്യാസം ഉണ്ടാവും, നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. യെസ്, ഫസ്റ്റ് നമുക്ക് നമ്പറിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് സെൽസ്. ബോഡി ഓഫ് ഡിഫറെൻറ്റ് ആനിമൽസ് കണ്ടെയ്ൻ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സെൽസ്. അതായത് ഓരോ ജീവികളുടെ ശരീരത്തിലും ഓരോ നമ്പറിൽ ആയിരിക്കും സെൽസ് ഉണ്ടാവുക. ഇപ്പം നമ്മളുടെ ശരീരത്തിലുള്ള നമ്പർ ഓഫ് സെൽസ് ആയിരിക്കില്ല മറ്റൊരു ജീവിയുടെ മേലുണ്ടാവുക. ഫോർ എക്സാമ്പിൾ എലിഫൻറ്റ്, അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാവുക. എലിഫൻറ്റിൻ്റെ ശരീരത്തിലുള്ള നമ്പർ ഓഫ് സെൽസ് ആയിരിക്കില്ല ചെറിയ വല്ല ഇൻസെക്റ്റുകളുടെ, ചെറിയ പ്രാണികളുടെയൊക്കെ ശരീരത്തിൽ ഉണ്ടാവുക. ഓക്കെ, സോ നമ്പർ ഓഫ് സെൽസ് വിൽ വേരി അക്കോർഡിംഗ് ടു ഡിഫറെൻറ്റ് ഓർഗാനിസം. Okay, so second point, based on the number of cell, we can divide the living things into 2: unicellular organism and multicellular organism. വളരെ സിമ്പിളാണ്. അതായത് ഒരു ജീവിയുടെ ശരീരത്തിൽ എത്ര സെൽസ് കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവികളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, 2 ഗ്രൂപ്പ്സിലേക്ക് തിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ പേരാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം. സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. സോ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് യൂണിസെല്ലുലാർ ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് മൾട്ടി സെല്ലുലാർ. സോ നമ്മൾ എങ്ങനെയാണ് ഈ ജീവികളെ ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്? ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് സെൽസ്. ഓരോ ജീവികളുടെ ശരീരത്തിലും എത്ര നമ്പർ സെൽസ് കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവികളെ 2 ഗ്രൂപ്പുകളാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഡീൽ വിത്ത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഓക്കെ, ഇതിലെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് കേട്ടോ. യെസ്, what is multicellular organism? You have to study this. First point, organism made up of more than one cell are called multicellular organism. അതായത് ഒരു ജീവിയുടെ ശരീരം ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ജീവികളെ നമുക്ക് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണോ? Yes, we are multicellular organism because our body is made up of trillions of cells. Okay, trillions of cells വെച്ചിട്ടാണ് നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. കോടിക്കണക്കിന് സെൽസ് കൊണ്ടാണ്. സോ നമ്മൾ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. ഓക്കെ, ദെൻ എലിഫൻറ്റ് ഇസ് എ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഓക്കെ, അങ്ങനെ എക്സെട്ര മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ ലിസ്റ്റ് ഒരുപാടുണ്ട്. ഓക്കെ, യെസ്, അപ്പോൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ശരീരത്തിൽ ഒന്നിൽ കൂടുതൽ സെൽസ് ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഓർഗാനിസത്തിനെ, ജീവികളെ നമ്മൾ വിളിക്കുന്നത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്നാണ്. ഓക്കെ, യെസ്. ഇൻ സ്മോൾ ഓർഗാനിസം നമ്പർ ഓഫ് സെൽസ് ആർ ലെസ്. ദാറ്റ് യു നോ, നിങ്ങൾക്കറിയണ കാര്യമാണ്. ചെറിയ ജീവികളിലേക്ക് വരുമ്പോൾ അവരുടെ ബോഡിയിലുള്ള സെല്ലിൻ്റെ എണ്ണം കുറവായിരിക്കും അല്ലേ. ആനയുടെ ബോഡിയിലുള്ള സെല്ലിൻ്റെ നമ്പറും അതേപോലെ തന്നെ ഒരു ചെറിയ ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള സെല്ലിൻ്റെ എണ്ണവും ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ജീവികൾ വലിപ്പം കുറയുന്നതനുസരിച്ചിട്ട് അവരുടെ ശരീരത്തിലുള്ള സെൽസിൻ്റെ എണ്ണവും കുറവേ കാണുള്ളൂ.
ഓക്കെ, എന്ന് വെച്ചിട്ട് അവർക്ക് ഒരു കുറവും ഇല്ല കേട്ടോ. വലിയ ജീവികളുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ഫങ്ഷൻസും ഈ ചെറിയ ജീവികളുടെ ശരീരത്തിലും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് സെൽസ് കുറയണു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഈ ചെറിയ ജീവികളുടെ ശരീരത്തിൽ ഒരു ഫങ്ഷൻസും നടക്കാതെ വരുന്നില്ല. ഓൾ ഫങ്ഷൻസ് ആർ വർക്കിംഗ് ഇൻ ദിസ് സ്മോൾ സൈസ്ഡ് ഓർഗാനിസം. സ്മോൾ സൈസ്ഡ് ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ എല്ലാ ഫങ്ഷൻസും നടക്കുന്നുണ്ട്. ഓക്കെ, ഒറ്റൊരു കാര്യം മാത്രം, ദ ഓൺലി തിങ് നമ്പർ ഓഫ് സെൽസ് ഈസ് ലെസ് ഇൻ സ്മോൾ സൈസ്ഡ് ഓർഗാനിസം. ചെറിയ സൈസിലുള്ള ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ സെല്ലുകളുടെ എണ്ണം കുറവാണ് എന്ന് മാത്രം. ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസും വലിയ ജീവികളിൽ നടക്കുന്ന പോലെ തന്നെ ചെറിയ ജീവികളിലും നടക്കുന്നുണ്ട്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ സ്മോൾ ഓർഗാനിസംസ് നമ്പർ ഓഫ് സെൽസ് ആർ ലെസ്. നമ്പർ ഓഫ് സെൽസ് കുറവാണ് സ്മോൾ ഓർഗാനിസത്തിൽ. ബട്ട് ഇറ്റ് വിൽ നോട്ട് അഫക്റ്റ് ദെയർ ബോഡി ഫങ്ഷൻസ്. അവരുടെ ബോഡിയിൽ നടക്കുന്ന ഫങ്ഷൻസിനെ ഒരിക്കലും അത് അഫക്റ്റ് ചെയ്യേയില്ല. ഈ നമ്പർ ഓഫ് സെൽസിൻ്റെ എണ്ണം കുറവാണ് വിചാരിച്ചിട്ട് ഫങ്ഷൻസ് ഒന്നും നടക്കാതെ വരണമൊന്നുമില്ല ചെറിയ സൈസിലുള്ള ആനിമൽസിൻ്റെ ബോഡിയിൽ കേട്ടോ. ഓക്കെ, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് കാറ്റഗറി ഈസ് യൂണിസെല്ലുലാർ ഓർഗാനിസം. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. അടുത്തത് യൂണിസെല്ലുലാർ ഓർഗാനിസം. Unicellular organism are the organism contain only one cell is called unicellular organism. ഓക്കെ, അതായത് ഒരു ജീവിയുടെ ശരീരത്തിൽ ഒറ്റൊരു സെല്ല് മാത്രമേ ഉള്ളൂ വെച്ചാൽ അത്തരത്തിലുള്ള ജീവികളെയാണ് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത് കേട്ടോ. മൾട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സെൽസ് ഉള്ളവർ, യൂണി എന്ന് പറഞ്ഞാൽ ഒറ്റൊരു സെല്ല് മാത്രമേ അവരുടെ ബോഡിയിൽ ഉണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് unicellular organism. Okay, examples for unicellular organism are amoeba. Did you heard about amoeba? Amoeba എന്ന് പറയുന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, ഇറ്റ് ഈസ് എ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം. അതായത് നമുക്ക് നഗ്ന നേത്രം കൊണ്ട് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അമീബേനൊന്നും, മൈക്രോസ്കോപ്പിലൂടെ നോക്കണം. ഓക്കെ, യെസ്. അപ്പോൾ അമീബ, ദെൻ പാരമീസിയം ഓൾസോ എ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം. വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, മൈക്രോസ്കോപ്പിൽ വെച്ചാൽ മാത്രം കാണാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ് ഇത് രണ്ടും. ദിസ് ഇസ് അമീബ ആൻഡ് ദിസ് ഇസ് പാരമീസിയം. നോക്കൂ, അമീബ ആൻഡ് പാരമീസിയം. സോ ഈ രണ്ട് ഓർഗാനിസംസ് ആണ് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിളായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. അമീബ, ദിസ് ഇസ് അമീബ ആൻഡ് പാരമീസിയം. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ്, ദേ പെർഫോം ഓൾ ദി ഫങ്ഷൻസ് പെർഫോംഡ് ബൈ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. യെസ്, ഇവരുടെ ശരീരത്തിൽ ഒറ്റൊരു സെല്ല് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട കേട്ടോ. ഇവരുടെ ശരീരത്തിൽ നമ്മുടെ ഒത്തിരി സെല്ലുകൾ ഉള്ള ജീവികളുടെ ശരീരത്തിൽ നടക്കണ എല്ലാ ഫങ്ഷൻസും ഇവരുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഒറ്റൊരു സെല്ലേ ഉള്ളൂ എന്നുള്ള ഒറ്റൊരു കുറവ് മാത്രമേ ഇവർക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും ഈ പറയുന്ന യൂണിസെല്ലുലാർ ഓർഗാനിസംസും ചെയ്യുന്നുണ്ട്. Okay, moving on to the next slide. Next heading comes the shape of cell. Okay, yes children, in our body there are different type of cells which vary in shape. Okay, പല ഷേപ്പിലുള്ള പല ആകൃതിയിലുള്ള സെല്ലുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. കുറച്ചെണ്ണത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം. വിത്ത് എക്സാമ്പിൾസ് യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് ഫസ്റ്റ്. സെൽസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ്. ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ, സെല്ലുകൾ പല ഷേപ്പിൽ കാണപ്പെടുന്നു. സം സെൽസ് കീപ് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. ചില സെല്ലുകൾ ഇങ്ങനെ അതിൻ്റെ ഷേപ്പ് എപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ അമീബ. അമീബ എന്ന് പറയുന്ന ജീവിനെ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഇതൊറ്റൊരു സെല്ലാണ് ഇതിൻ്റെ ബോഡി. സോ ദിസ് ഈസ് ഓൾസോ എ സെൽ, റൈറ്റ്? യെസ്, ദെൻ ഇത് ആ ജീവിയാണ്, അമീബ എന്ന് പറഞ്ഞ ജീവിയാണ്. അതിൻ്റെ ശരീരത്തിലുള്ള ഒരു സെല്ല്, ഇതൊറ്റൊരു സെല്ലാണ്, ആ സെല്ല് തന്നെയാണ് അതിൻ്റെ ബോഡി. ഓക്കെ, യെസ്. ഈ അമീബ എന്ന് പറയുന്ന ജീവിയുടെ ഈ സെല്ലിന് ഒരു പ്രത്യേക ഷേപ്പൊന്നുമില്ല. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും. അത് നീങ്ങണേനനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അത് ഇര പിടിക്കുമ്പോൾ, അതായത് ഇരയെ ഇങ്ങനെ പിടിക്കുന്ന സമയത്തും ഇതിൻ്റെ ബോഡിയുടെ ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അമീബയുടെ കേട്ടോ. അമീബ എന്ന് പറഞ്ഞ ഒരു സെല്ലാണ്, ഒരു ജീവിയുമാണ്, അതേപോലെ ഒരു സെല്ലുമാണ്. അതായത് ഒറ്റൊരു സെല്ലല്ലേ ഉള്ളൂ എൻ്റെ ബോഡിയിൽ. സോ നമുക്കതിനൊരു ജീവിയായിട്ടും പറയാം, ഒരു സെല്ലായിട്ടും പറയാം. അമീബ എന്ന് പറയുന്ന ജീവിയുടെ ആ ഒരു സെല്ല് എപ്പോഴും ഇങ്ങനെ
ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ നമ്മുടെ ശരീരത്തിൽ, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ദാറ്റ് ഈസ് വൈറ്റ് ബ്ലഡ് സെൽ. അതായത് നമ്മുടെ ബ്ലഡിൽ കാണുന്ന വൈറ്റ് ബ്ലഡ് സെൽസ്, വൈറ്റ് കളറിലുള്ള ബ്ലഡ് സെൽസ്, ഇതിനും ഒരു കറക്റ്റ് ഷേപ്പില്ല. അത് ഇടയ്ക്ക് ഇങ്ങനെ ഷേപ്പ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ സം സെൽസ് വിൽ ചേഞ്ച് ദെയർ ഷേപ്പ് അക്കോർഡിംഗ് ടു ടൈം. ഓക്കെ, ടൈം ഓരോ സമയം മാറുന്തോറും കുറച്ച് സമയത്തിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ ഷേപ്പ് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഷേപ്പ് മാറുന്നതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? അമീബ ആൻഡ് വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻ ഹ്യൂമൻ ബീയിങ്. നമ്മുടെ ശരീരത്തിൽ കാണുന്ന വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഇടയ്ക്കിടയ്ക്ക് ഷേപ്പ് മാറുന്ന സെൽസ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, സം സെൽസ് ആർ സ്പെറിക്കൽ, റൗണ്ട്, ഇലോങ്ങേറ്റഡ്, സ്പ്ലിൻഡിൽ, ഷേപ്ഡ് ഓർ ബ്രാഞ്ച്ഡ്. യെസ്, നോക്കൂ ചിൽഡ്രൻ, നമ്മുടെ ശരീരത്തിൽ ഇനി വേറെ സെല്ലുകളുണ്ട്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള സെല്ലുകളുണ്ട്, അതുപോലെ തന്നെ സ്പെറിക്കൽ ഷേപ്പിലുള്ളത്. സ്പെറിക്കൽ ഇങ്ങനെ ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ ഗ്ലോബ് കണ്ടിട്ടില്ലേ? യെസ്, ഗ്ലോബിൻ്റെ ഷേപ്പിലുള്ള സെൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇലോങ്ങേറ്റഡ് എന്ന് വെച്ചാൽ ഇതുപോലെ നീളൻ, ഇത് കണ്ടോ, നീളൻ സെൽസ് കണ്ടോ, നീളനായിട്ടുള്ള സെൽസ് ഉണ്ട്. ദെൻ സ്പിൻഡിൽ ഷേപ്പ് സെൽസ് ആണ് ഇത്, കണ്ടോ? ഇത് നോക്കൂ, രണ്ടറ്റങ്ങളും, ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ലാണ്. അങ്ങനെ ഒരുപാട് സെല്ലുകളുണ്ട്, അതിൽ ഇത് ഒരു സെല്ലാണ്. രണ്ടറ്റങ്ങളും ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ടുള്ള കൂർത്തിരിക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയുക. സ്പിൻഡിൽ ഷേപ്പ്. ഓക്കെ, സോ അങ്ങനെ സ്പിൻഡിൽ ഷേപ്പിലുള്ള സെൽസ് ഉണ്ട്. ദെൻ ബ്രാഞ്ച്ഡ്, ഇങ്ങനെ ശാഖകളായിട്ട്, മരത്തിൻ്റെ ശാഖകൾ, ബ്രാഞ്ചസ് എങ്ങനെ നിൽക്കുക, അതേപോലെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സെല്ലുകളും നമ്മുടെ ബോഡിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ ഷേപ്പുകൾ പല രീതിയിൽ കാണുന്നു. ചില സെൽസ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഷേപ്പ് മാറ്റുന്നു, ചില സെൽസിനാണെങ്കിൽ ഒരേ ഷേപ്പ് തന്നെ ഉണ്ടാവുള്ളൂ, പക്ഷെ പല ഷേപ്പുകളിലുള്ള സെൽസ് ഉണ്ട് അല്ലേ? റൗണ്ടിലുള്ളതുണ്ട്, സ്പെറിക്കൽ ഷേപ്പിലുള്ളതുണ്ട്, ഇലോങ്ങേറ്റഡ്, നീളൻ സെൽസിനാണ് ഇലോങ്ങേറ്റഡ് എന്ന് പറഞ്ഞത് കേട്ടോ. കുഴൽ പോലുള്ള സെൽസ്, അതിനാണ് ഇലോങ്ങേറ്റഡ് സെൽസ് എന്ന് പറയുന്നത്. ഇലോങ്ങേറ്റഡ് സെൽസ് ഉണ്ട്. ദെൻ സ്പിൻഡിൽ ഷേപ്പിലുള്ള സെൽസ് ഉണ്ട്, ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കണം. നോക്കൂ, സ്പെറിക്കൽ സെൽസ്, ഞാൻ പറഞ്ഞ വട്ടത്തിലുള്ള സെല്ലുകളാണ് RBC എന്താണെന്നറിയാലോ? റെഡ് ബ്ലഡ് സെൽ. റെഡ് കളറിലുള്ള ബ്ലഡ് സെൽസ് ആണ് RBC. ഓക്കെ, സ്പെറിക്കൽ ഷേപ്പിലുള്ള സെൽസിന് എക്സാമ്പിളാണ് RBC. ദെൻ സ്പിൻഡിൽ ഷേപ്ഡ് സെൽ, നോക്കൂ, അറ്റം കൂർത്തിരിക്കുന്ന സെല്ലുകൾ കണ്ടോ? അതോ ഇത് കണ്ടോ? ഇത് മസിൽ സെല്ലാണ്. നമ്മുടെയൊക്കെ മസിൽ സെൽ ഉണ്ടല്ലോ, അത് ഇങ്ങനെയാണ്, ഇങ്ങനെ അറ്റം കൂർത്താണ് ഇരിക്കുന്നത്. ഓക്കെ, സോ മസിൽ സെൽ ഈസ് എക്സാമ്പിൾ ഫോർ സ്പിൻഡിൽ ഷേപ്ഡ് സെൽ. സ്പിൻഡിൽ ആകൃതിയിലുള്ള സെല്ലിന് എക്സാമ്പിളാണ് മസിൽ സെൽസ്. അതേപോലെ തന്നെ ഇലോങ്ങേറ്റഡ് ആൻഡ് ബ്രാഞ്ച് സെൽസ്. ഇലോങ്ങേറ്റഡ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുഴൽ പോലെയുള്ള സെൽസാണ് ഇലോങ്ങേറ്റഡ്. ദെൻ ബ്രാഞ്ച്ഡ് എന്ന് വെച്ചാൽ മരത്തിൻ്റെ ശാഖകൾ പോലെ അല്ലേ, മരത്തിൻ്റെ കൈകൾ പോലെ ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് കിടക്കണ ഇതാണ് ബ്രാഞ്ച്ഡ് സെൽ. സോ ഇങ്ങനെ നീണ്ട ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ് നമ്മുടെ ബോഡിയിൽ കാണുന്ന ഒരു സെല്ലാണ് നെർവ് സെൽ. ഇതാണ് നെർവ് സെൽ. സോ ദിസ് ഇസ് ദി നെർവ് സെൽ. ഓക്കെ, സോ ദിസ് ഇസ് RBC, റെഡ് ബ്ലഡ് സെൽ, എക്സാമ്പിൾ ഫോർ സ്പെറിക്കൽ സെൽ. Then this is muscle cell, example for spindle shaped cell. And this is nerve cell, example for elongated branched cell. So you have to study this. Okay, so I am not going to give further notes. You have to prepare notes by copying the slide. Okay, ഈ സ്ലൈഡ്സ് നിങ്ങൾ ബുക്കിലേക്ക് കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഞാൻ വേറെ നോട്ട്സ് തരുന്നില്ല. Okay, children, who gives the shapes to cell? ഞാൻ പറഞ്ഞു പല ഷേപ്പിൽ സെൽസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ആരാണ് ഈ സെല്ലിന് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുന്നത്? യെസ്, സെല്ലിന് ഷേപ്പ് കൊടുക്കുന്ന ഒരു പാർട്ട് ഉണ്ട്, ഒരു ഭാഗമുണ്ട് സെല്ലിന്. ദാറ്റ് പാർട്ട് ഇസ് കോൾഡ് സെൽ മെമ്പറൈൻ. വാട്ട് ചിൽഡ്രൻ? റിപ്പീറ്റ് വിത്ത് മീ. സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈൻ. ഓക്കെ, നമ്മുടെ ഇതാണ് കണ്ടോ സെൽ. ഇതൊരു ആനിമൽ സെല്ലാണ്, ജീവികളുടെ ശരീരത്തിലുള്ള സെല്ലാണ്. ഇതൊരു പ്ലാന്റിൻ്റെ ശരീരത്തിലുള്ള സെല്ലാണ്. ഓക്കെ, സോ ആനിമൽ സെൽ, ഏത് സെല്ലായിക്കോട്ടെ, ഇത് ആനിമൽ സെല്ലായിക്കോട്ടെ പ്ലാന്റ് സെല്ലായിക്കോട്ടെ, രണ്ട് സെല്ലിൻ്റെയും ഏറ്റവും പുറത്ത് ഉള്ള ആ ഒരു കവറിങ്, ഒരു പൊതി പോലെ, നമ്മൾ എന്താണെങ്കിലും പൊതിഞ്ഞ് സൂക്ഷിക്കില്ലേ, അതുപോലെ സെല്ലിൻ്റെ പുറത്തുള്ള ഈ പൊതി, ആ പുറത്തുള്ള കവറിങ്ങിനെയാണ് നമ്മൾ സെൽ മെമ്പറൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് സെൽ മെമ്പറൈൻ ഗീവ്സ് ഷേപ്പ് to plant and animal cell. Okay,
പ്ലാന്റിൻ്റെ സെല്ലായിക്കോട്ടെ ആനിമലിൻ്റെ സെല്ലായിക്കോട്ടെ, രണ്ട് സെല്ലിനും ആ സെല്ലിനൊരു ഷേപ്പ് കൊടുക്കുന്നത് സെൽ മെമ്പറൈൻ ആണ്. ഓക്കെ, സെൽ മെമ്പറൈൻ എന്ന് വെച്ചാൽ എന്താ? സെല്ലിൻ്റെ പുറത്തുള്ള കവറിങ്, ഒരു കവറിങ് ആണ് സെൽ മെമ്പറൈൻ. ഓക്കെ, യെസ്, ഇൻ plant cell there is an additional covering present over the cell membrane. ഓക്കെ, നോക്കൂ കുട്ടികളെ, ഇതാണ് ഞാൻ പറഞ്ഞു, ഇത് ആനിമൽ സെൽ ആൻഡ് ദിസ് ഇസ് പ്ലാന്റ് സെൽ. Did you find some differences between animal cell and plant cell? Yes, animal cell is in round shape, right? Then plant cell is in square shape. അതൊക്കെ ശരിയാണ്. വേറെ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഐ വിൽ സേ ആനിമൽ സെൽ, ഇത് ആനിമൽ സെല്ലാണ്. ആനിമൽ സെല്ലിൻ്റെ ഏറ്റവും പുറത്തുള്ള ഈ കവറിങ്, ഏറ്റവും ബോർഡറിലുള്ള അതിൻ്റെ അരികു കൂടുള്ള ആ ഒരു കവറിങ്ങിനെയാണ് നമ്മൾ സെൽ മെമ്പറൈൻ എന്ന് പറയുക. അതാ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ, സെൽ മെമ്പറൈൻ. അതേപോലെ പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും അരിക് കണ്ടോ, എനിക്ക് ഇത്രയും സൂം ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ, ഇതിൻ്റെ അരിക്, ആ അരികിനെയാണ് നമ്മൾ സെൽ മെമ്പറൈൻ എന്ന് പറയുക. ചിൽഡ്രൻ, ലുക്ക് അറ്റ് ദി ഇമേജ് ഓഫ് ദി പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൻ്റെ ഇമേജ് ഒന്ന് സൂക്ഷിച്ച് നോക്കുക. സെൽ മെമ്പറൈൻ്റെ പുറത്ത് മറ്റൊരു മെമ്പറൈൻ കാണാൻ പറ്റുന്നുണ്ട്. നോക്കൂ, ഇറ്റ് ഈസ് കോൾഡ് സെൽ വാൾ. ഓക്കെ, സെൽ വാൾ. ഓക്കെ, സോ in plant cell there is a additional covering present over this cell membrane, but in animal cell the cell wall is absent. Sorry to avada cell wall ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല, ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. സെൽ വാൾ എന്നുണ്ട്, സെൽ വാൾ ഇസ് ആബ്സെൻറ്റ്. അതായത് ആനിമൽ സെല്ല്, ഇത് കണ്ടോ, ഇതാണ് ആനിമൽ സെല്ല്. ആനിമൽ സെല്ലിൻ്റെ ഏറ്റവും പുറത്ത് സെൽ മെമ്പറൈൻ മാത്രമേ ഉള്ളൂ. പക്ഷേ പ്ലാന്റ് സെല്ലിൽ അതിനും സെൽ മെമ്പറൈൻ ഉണ്ട്. ആ സെൽ മെമ്പറൈൻ്റെ പുറത്തു കൂടെ മറ്റൊരു ലെയർ കൂടി ഉണ്ട്, ദാറ്റ് ഈസ് സെൽ വാൾ. സെൽ വാൾ. ഓക്കെ, വാൾ എന്ന് വെച്ചാൽ ചുമര് അല്ലേ? യെസ്, സെല്ലിൻ്റെ ഏറ്റവും പുറത്തു കൂടുള്ള ചുമരിനെയാണ് നമ്മൾ സെൽ വാൾ എന്ന് പറയുക. ഓക്കെ, അത് ആനിമൽ സെല്ലിന് ഇല്ല, പ്ലാന്റ് സെല്ലിന് മാത്രമേ ഉള്ളൂ സെൽ വാൾ. ഓക്കെ, സോ അപ്പോൾ പ്ലാന്റ് സെല്ലിൻ്റെ ഏറ്റവും പുറത്ത് കാണുന്ന ലെയർ സെൽ വാൾ ആയിരിക്കും, അതിൻ്റെ അകത്താണ് സെൽ മെമ്പറൈൻ ഉണ്ടാവുക കേട്ടോ. പക്ഷെ ആനിമൽ സെല്ലിൽ സെൽ മെമ്പറൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ പുറത്തു കൂടെ സെൽ വാൾ ഇല്ല. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. ഇഫ് യു ഹാവ് ഫർദർ ഡൗട്ട്സ് I will clear in your Google Meet session. Okay children, we will see you in the next class. Until then, bye.